അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് സ്നേഹങ്ങളെക്കുറിച്ചുള്ള ഒന്നാമത്തെ ടൈപ്പാണ്, സംസാരം കൊണ്ടുള്ള സ്നേഹം. ഇന്ന് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കേണ്ട രൂപത്തിൽ കേൾക്കാനുള്ള, അതായത് സ്നേഹത്തിന് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളതാണ്. സമയം കൊടുക്കുക, നമ്മുടെ പ്രിയമുള്ളവരെ കേൾക്കാൻ വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളത്. ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയമുള്ളവർ ആരൊക്കെയാണെങ്കിലും അവർക്ക് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളതാണ് ടൈപ്പ് ഓഫ് ലവിൻ്റെ രണ്ടാമത്തെ രൂപം. നമ്മുടെ ചെറിയ കുഞ്ഞു മക്കളുണ്ടാവും വീട്ടിൽ. ആ കുട്ടികൾക്കും പല കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. അത് ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പറയാനുള്ളത് സില്ലി ആയിട്ട് അവർ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തായിരിക്കും പറയുക. ചിലപ്പോൾ ഫസ്റ്റ് ദിവസങ്ങൾ ഞാൻ ചിലപ്പോൾ ഒന്ന് കേട്ട് കൊടുക്കും. രണ്ടാം ദിവസം ചിലപ്പോൾ ആ കുട്ടിക്ക് അത് തന്നെയായിരിക്കും പറയാനുള്ളത്. ക്ലാസ്സിൽ കളിച്ചതും, ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വീണതും, ഒരാൾ തള്ളിയിട്ടതും, പേന തട്ടിപ്പറിച്ചതും തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെറിയ മക്കൾക്ക്, കുഞ്ഞു മക്കൾക്ക് പറയാനുണ്ടാവുക. അതെത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും മാതാപിതാക്കളാകുന്ന നാം നമ്മുടെ മക്കളെ കേട്ട് കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നാം നല്ലൊരു സുഹൃത്തായി മാറണം. അതിന് എത്ര ഏജ് അവർ കൂടുന്നതനുസരിച്ച് അവരുമായി ഏറ്റവും അടുത്ത സുഹൃത്ത്, അവർക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ളൊരു അവസരം, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായി മാറണം പാപ്പയും ഉമ്മയും, മാതാപിതാക്കൾ. അപ്പോൾ ഇന്നത്തെ ഒരു ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു വെച്ചത് സംസാരത്തിലൂടെയുള്ള സ്നേഹമാണെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടത് അവരെ പരിഗണിക്കുക, അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഒരു ഏകദേശം അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് മനസ്സിലുള്ള ഇമോഷണൽ ടോയ്ലറ്റ്, മാനസികമായുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്ന കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളൊക്കെ ഒരാൾ പറയുമ്പോൾ നമ്മളത് കേട്ടുകൊടുത്താൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഇപ്പോൾ ഈ പുതിയൊരു കാലത്ത് എല്ലാവരും മൊബൈലിലും, കൂടുതലും നമ്മളൊക്കെ മൊബൈലിലായിരിക്കും. അപ്പോൾ ആ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെ കുഞ്ഞുമക്കൾ, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതിർന്ന കുട്ടികൾ തന്നെ, ആ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം ഇപ്പോൾ റീലുകളിൽ മാത്രമാണ്. അഭിനയത്തിന് വേണ്ടി, റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് പലരും ചില റീൽസിന് വേണ്ടിയുള്ള സ്നേഹങ്ങൾ നമ്മൾ കാണുന്നത്. ഇതിൽ റിയലായിട്ട് യാഥാർത്ഥ്യത്തിൽ അത് വരണമെങ്കിൽ നമ്മളെ പ്രിയമുള്ള മാതാപിതാക്കളെ കേൾക്കാൻ മക്കൾ തയ്യാറാവുക, മക്കളെ കേൾക്കാൻ മാതാപിതാക്കളും തയ്യാറാവുക. അപ്പോൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ വകുപ്പ്, വിഭാഗം.